സംസ്ഥാനത്ത് ഏറ്റവും അധികം തൊഴിൽ സൃഷ്ടിക്കുന്ന ജില്ലയായി പാലക്കാടിനെ മാറ്റിക്കൊണ്ടുവരുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് പറഞ്ഞു. കേരള നോളജ് ഇക്കണോമി മിഷൻ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽദാതാക്കളുടെ യോഗം പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം നിലവിലുള്ള 24% നിന്ന് 50% ഉയർത്തുമെന്നും ഇതിലൂടെ സംസ്ഥാനത്തിന് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ വൻ മുന്നേറ്റം കൈവരിക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു. വിജ്ഞാന കേരളം പദ്ധതിയെ കുടുംബശ്രീയുമായി സഹകരിച്ച് നടപ്പാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്തുന്നത് സാമ്പത്തിക ഉന്നമനത്തോടൊപ്പം സാമൂഹ്യ സമത്വത്തിനും നൈപുണ്യ വികസനത്തിനും വഴിയൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ വ്യവസായ വ്യാപാര സംഘടനാ പ്രതിനിധികൾ, സംരംഭകർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. പദ്ധതിയുമായി സഹകരിച്ച് ജില്ലയിലെ യുവജനങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നൽകുമെന്ന് അവർ ഉറപ്പു നൽകി. പദ്ധതിയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. തൊഴിൽദാതാക്കളെ നേരിൽ കണ്ട് ഭാവിയിൽ ലഭ്യമാകുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചും ജില്ലാതല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയപരിപാടികൾക്ക് യോഗം രൂപം നൽകി. യോഗത്തിൽ എ പ്രഭാകരൻ MLA, ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, അസിസ്റ്റന്റ് കളക്ടർ രവി മീണ, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് ഡോക്ടർ P സാരിൻ, ജില്ലാ കോർഡിനേറ്റർ കല്യാണകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇങ്ങനെ ഒരുപാട് കേന്ദ്ര സ്ഥാപനങ്ങൾ, വലിയ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം നമുക്ക് ആലോചിക്കണം. കൂടുതൽ തൊഴിലവസരം വരുന്നൊരു മേഖലയാണ്. അവിടെ ഈ രാത്രി ഷിഫ്റ്റ് വരുമ്പോൾ സ്ത്രീകൾ നിൽക്കാൻ തയ്യാറാവില്ല എന്നതാണ്. അപ്പം നമുക്കതിന് പരിഹാരം കണ്ടെത്താൻ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കൊടുത്താൽ മതിയോ? ട്രാൻസ്പോർട്ടേഷൻ ലഭ്യമാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ താമസം കൊടുക്കേണ്ടി വരും. നമ്മൾ പ്രധാനമായിട്ട് ഇത് ലോക്കലായിട്ടുള്ള സ്ത്രീകളെയാണല്ലോ മൊബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ താമസത്തിൻ്റെ കാര്യം വല്ലാതെ വരില്ല. ട്രാൻസ്പോർട്ടേഷനായിരിക്കും പ്രധാനമായിട്ടും വരില്ല. ദൂരെ നിന്നുള്ള സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നതല്ല, ലോക്കലായിട്ടുള്ള സ്ത്രീകളെ, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ ഇപ്പോൾ ഈ ഷെഫൊക്കെ ആയിട്ടാണെങ്കിൽ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ലോക്കലായിട്ട് ലഭ്യമാവണമെന്നില്ല. പക്ഷേ കുടുംബശ്രീക്ക് അതും ലഭ്യമാണ്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.